US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സന്ദർശനം പൂർത്തിയായാൽ ഉടൻ പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുമെന്ന് UK പ്രധാനമന്ത്രി കീർ സ്റ്റാർമർ. ന്യൂയോർക്കിൽ തുടങ്ങുന്ന UN പൊതുസഭാ സമ്മേളനത്തിന് മുമ്പായി പലസ്തീനെ അംഗീകരിക്കാനാണ് UKയുടെ നീക്കം. ഗാസയിലെ മനുഷ്യരുടെ സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിൽ ഒരു നടപടിയും സ്വീകരിക്കാത്ത ഇസ്രയേൽ നടപടിയിൽ പ്രതിഷേധിച്ചുകൂടിയാണ് UK പലസ്തീൻ അംഗീകാരം നൽകുന്നത്. സെപ്റ്റംബർ 23-നാണ് UN പൊതുസഭയുടെ സമ്മേളനം തുടങ്ങുന്നത്. ഇതിനു മുമ്പായി ഇക്കാര്യത്തിൽ സ്റ്റാർമറുടെ ഭാഗത്തു നിന്നും പ്രഖ്യാപനമുണ്ടാവും. അതേസമയം പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുന്നതിനെതിരായ സമീപനമാണ് US സ്വീകരിക്കുന്നത്. എന്നാൽ ഈ എതിർപ്പ് UK വകവയ്ക്കാൻ സാധ്യതയില്ലെന്നാണ് സൂചന. UK മാത്രമല്ല, ഫ്രാൻസ്, കാനഡ, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളും വരും ദിവസങ്ങളിൽ പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കും. ജൂലൈയിൽ തന്നെ പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുമെന്ന സൂചനകൾ സ്റ്റാർമർ നൽകിയിരുന്നു. ലേബർ പാർട്ടി എംപിമാരിൽ നിന്നുള്ള സമ്മർദ്ദത്തെ തുടർന്നാണ് പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കാൻ അദ്ദേഹം തയ്യാറായത്. നിലവിൽ UNലെ 193 അംഗങ്ങളിൽ 147 പേരും പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിച്ചിട്ടുണ്ട്. അതേസമയം ഗാസയിലെ ഇസ്രയേൽ വംശഹത്യക്കെതിരെ ലണ്ടൻ മേയർ സാദിഖ് ഖാൻ രംഗത്തെത്തിയിരുന്നു. ഗാസയിൽ നടക്കുന്നത് വംശഹത്യയാണ്. കുട്ടികൾ പട്ടിണി കിടക്കുന്നു. 20,000-ഓളം കുട്ടികളാണ് നിലവിൽ കടുത്ത പട്ടിണിയിൽ കഴിയുന്നത്. അന്താരാഷ്ട്ര നീതിന്യായ കോടതി വിധിയും UN റിപ്പോർട്ടുകളും വംശഹത്യ തന്നെയാണ് ഗാസയിൽ നടക്കുന്നതെന്ന് പകൽ പോലെ തെളിയിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം ഈ റിപ്പോർട്ട് അംഗീകരിക്കാൻ ഇസ്രയേൽ ഇതുവരെ തയ്യാറായിട്ടില്ല. എന്നാൽ ഗാസയിലെ പ്രവർത്തനം തുടരുന്ന അവസാന ആശുപത്രികൾക്ക് സമീപവും ഇസ്രയേൽ മിസൈൽ ആക്രമണം നടത്തിയിരുന്നു. കരയാക്രമണം തുടങ്ങിയതിന് പിന്നാലെയാണ് ആശുപത്രികൾക്കെതിരെയും ഇസ്രയേൽ ആക്രമണം ശക്തമാക്കിയത്. ഗാസയിലെ അൽഷിഫ, അൽ അഹ്ലി ആശുപത്രികൾക്കെതിരെയാണ് ഇസ്രയേൽ മിസൈൽ ആക്രമണം നടത്തിയത്. 15 പേർ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടു. കുട്ടികളുടെ ആശുപത്രിക്ക് നേരെ 3 തവണയാണ് ആക്രമണം ഉണ്ടായതെന്ന് ഗാസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഇതുമൂലം 40 രോഗികൾക്ക് ആശുപത്രി ഒഴിയേണ്ടി വന്നു. നിരവധി രോഗികൾ ജീവനക്കാർക്കൊപ്പം ആശുപത്രിയിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ഇസ്രയേൽ ആക്രമണങ്ങളിൽ ശക്തമായ പ്രതിഷേധവുമായി ഹമാസും രംഗത്തെത്തി. അതേസമയം ഗാസയിൽ ഇസ്രയേൽ നടത്തുന്നത് വംശഹത്യ തന്നെയെന്ന് US സെനറ്റർ ബെർണി സാൻഡേഴ്സ് പറഞ്ഞു. ഗാസയിലെ ഇസ്രയേൽ ആക്രമണം അവസാനിപ്പിക്കാൻ US ഇടപെടണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. യുണൈറ്റഡ് നേഷൻസ് കമ്മീഷൻ ഗാസയിലേത് വംശഹത്യയാണെന്ന് പറഞ്ഞതിന് പിന്നാലെയാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. ഇസ്രയേലിന്റെ ലക്ഷ്യം വ്യക്തമാണ്. ആക്രമണങ്ങളുടെ ഫലത്തിൽ നിന്നും നമുക്ക് ഒളിച്ചോടാനാകില്ല. ഇസ്രയേൽ ഗാസയിൽ വംശഹത്യ നടത്തുകയാണെന്ന് സാൻഡേഴ്സ് പറഞ്ഞു. ഇതാദ്യമായാണ് ഒരു US സെനറ്റർ ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന ആക്രമണം വംശഹത്യയാണെന്ന് പരസ്യമായി പറയുന്നത്. ഗാസയിലേത് വംശഹത്യയാണെന്ന UN നിലപാട് ഇതുവരെ US അംഗീകരിച്ചിട്ടില്ല. ഗാസയിൽ ഇസ്രയേൽ പലസ്തീനികൾക്കെതിരെ വംശഹത്യ നടത്തിയതായി ഐക്യരാഷ്ട്രസഭയുടെ അന്വേഷണ കമ്മീഷൻ 1948-ലെ വംശഹത്യാ കൺവെൻഷൻ നിർവചിച്ചിരിക്കുന്ന 5 വംശഹത്യാ മാനദണ്ഡങ്ങളിൽ 4 ഇസ്രയേലി അധികാരികളും സുരക്ഷാ സേനയും ഒരു ദേശീയ വംശീയ അല്ലെങ്കിൽ മതപരമായ സംഘത്തിനെതിരെ ചെയ്തിട്ടുണ്ടെന്നും ഇപ്പോഴും ചെയ്യുന്നുണ്ടെന്നും 72 പേജുള്ള രേഖ ആരോപിക്കുന്നു. സാധാരണക്കാർക്കും സംരക്ഷിത വസ്തുക്കൾക്കും നേരെയുള്ള നേരിട്ടുള്ള ആക്രമണങ്ങളിലൂടെ ഒരു ജനവിഭാഗത്തിന് ഗുരുതരമായ ശാരീരികമോ മാനസികമോ ആയ ദോഷം വരുത്തുക, തടവുകാരോട് കഠിനതരമായ പെരുമാറ്റം, നിർബന്ധിത സ്ഥലമാറ്റം, പരിസ്ഥിതി നാശം എന്നിവയാണവ. 2023 ഒക്ടോബർ 7 ഹമാസും മറ്റ് പലസ്തീൻ സായുധ ഗ്രൂപ്പുകളും യുദ്ധക്കുറ്റങ്ങളും അന്താരാഷ്ട്ര നിയമങ്ങളുടെ മറ്റു ഗുരുതരമായ ലംഘനങ്ങളും നടത്തിയതായും ഇസ്രയേൽ സുരക്ഷാ സേന ഗാസയിൽ മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യങ്ങളും യുദ്ധക്കുറ്റങ്ങളും നടത്തിയതായും കമ്മീഷൻ നേരത്തെ നിഗമനത്തിലെത്തിയിരുന്നു. യുദ്ധത്തെക്കുറിച്ചുള്ള ഇതുവരെയുള്ളതിൽ വെച്ച് ഏറ്റവും ശക്തവും ആധികാരികവുമായ കണ്ടെത്തലിന്റെ ഏറ്റവും പുതിയ റിപ്പോർട്ടാണിപ്പോൾ പുറത്തുവിട്ടതെന്ന് കമ്മീഷൻ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.